യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. ഇന്നലെ മുതൽ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത് നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അഥവാ നമ്മുടെ ജോലി സ്ഥലങ്ങൾ, നമ്മുടെ വരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായ ജോലി മേഖലകളിൽ നമ്മുടെ യജമാനന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്രകാരം ആയിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച വാക്യം, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള നമ്മുടെ അനുസരണം എപ്രകാരമായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചന മുമ്പുള്ള അധ്യായങ്ങളിലും മുമ്പുള്ളതായ പുസ്തകങ്ങളിലും പിന്നീടുള്ളതായ ലേഖനങ്ങളിലും പറയുന്ന പോലെ തന്നെ ഇവിടെ പറയുന്നു, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. അപ്പോൾ യജമാനന്മാരെ നമ്മൾ അവരുടെ മുമ്പാകെ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം എന്നുള്ള ഒരു ചിന്തയല്ല ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ. പക്ഷെ ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. നമ്മൾ യജമാനന്മാരായ ആളുകളുടെ മുമ്പാകെ, നമ്മുടെ ബോസുമാരുടെ മുമ്പാകെ വിറച്ചും വിറയലോടും ഭയത്തോടും കൂടെ നിൽക്കണം എന്നുള്ള ഒരു ആശയത്തിലല്ല പറയുന്നത്. മറിച്ച് ക്രിസ്തുവിന്റെ മുമ്പാകെ നമ്മൾ അപ്രകാരമായിരിക്കണം. നാം ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ നാം കർത്താവിന്റെ മുമ്പാകെ ആയിരുന്ന് നമ്മളുടെ യജമാനന്മാരെ അനുസരിപ്പീൻ. നമ്മൾ യജമാനന്മാരെ സേവിക്കുമ്പോൾ നമ്മളുടെ മനോബോധം, നമ്മൾ ആരുടെ മുമ്പാകെ നിൽക്കുന്നു, ഞാൻ യേശുക്രിസ്തുവിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്, യേശു എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു ഭയവും ആ ഒരു വിറയലും യേശുക്രിസ്തുവിന് മുമ്പാകെ നമുക്കുള്ള ഹൃദയത്തിന്റെ ഏകാഗ്രതയും നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്തയിലൂടെ വേണം നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ. അപ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മളുടെ യജമാനന്മാരുടെ മുമ്പാകെ, നമ്മുടെ ബോസുമാരുടെ മുമ്പാകെ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുവാൻ അവരുടെ മുമ്പാകെ വിറച്ചുകൊണ്ട് നിൽക്കണമെന്നല്ല. അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ക്രിസ്തുവിനോടുള്ള ആ മനോഭാവം ഇപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മനോഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ യജമാനന്മാർക്ക് വിശ്വസ്തരായി നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കും. അടുത്ത വാക്യം, ആറാമത്തെ വാക്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദുഷ്ടസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ. ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇവിടെ ദുഷ്ടസേവയാൽ എന്നുള്ള പദം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അല്പമായിട്ട് ആ ഒരു പദത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതായ ഒരു പദമാണ് ദുഷ്ടസേവ. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ അധ്യാപകര് ക്ലാസ്സിലുള്ളപ്പോൾ കുട്ടികൾ അധ്യാപകർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ എത്രത്തോളം ശാന്തരായിരിക്കും, എത്രത്തോളം അവരുടെ പഠനങ്ങളിൽ അവർ ഏർപ്പെടും. എഴുതുന്ന കുട്ടികൾ നല്ലവണ്ണം പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കും, കാരണം അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. തൊഴിലിടങ്ങളിലും ഇതുപോലെയാണ്. യജമാനന്മാരായ ആളുകൾ കടന്നു വരുമ്പോൾ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് പണിക്കാര് ജോലി ചെയ്യുന്നത്, ജോലിക്കാർ ജോലി ചെയ്യുന്നത്. IT പ്രൊഫഷണൽ ആണെങ്കിൽ അവർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും കൈയെടുക്കാതെ എപ്പോഴും കീബോർഡിൽ കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കും, നമ്മൾ ചിരിച്ചു കളിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഗെയിംസ് കളിച്ചെന്നിരിക്കും. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിൽ അവർ സഹ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇതാണ് ദൃഷ്ടിസേവ എന്ന് പറയുന്നത്. യജമാനന്മാർ നോക്കുമ്പോൾ അവരുടെ മുമ്പാകെ ജോലി ചെയ്യുകയും അവരുടെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതായ ആ കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ലക്ഷ്യം മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഒരിടത്തൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വണ്ണം നിങ്ങൾ ജോലി ചെയ്യരുത്. മറിച്ച് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. നിങ്ങൾ ഏതൊരു ജോലിക്ക് വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ ദൈവം മുമ്പാകെയാണ് ജോലി ചെയ്യുന്നതും ദൈവത്തിന് അത് പ്രസാദകരമായി തീരണം എന്നും നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല.
ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം അപ്രീസിയേഷൻ നേടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ആ യജമാനൻ നിങ്ങളുടെ പ്രവൃത്തികളെ വളരെ നല്ലവണ്ണം അപ്രീഷിയേറ്റ് ചെയ്യും, അഭിനന്ദിക്കും. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവ പൈതലുണ്ട്, ജോസഫ് എന്ന പേരുള്ള ദൈവ പൈതൽ. ജോസഫ് ദൈവം അവനെ ആക്കിയ സ്ഥലത്ത് മുഴുവനും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ ദൈവത്തെക്കുറിച്ച് മനോബോധമുള്ളവനായിരുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ദൈവത്തോടുള്ള ആ മനോബോധം സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. അതേപോലെ തന്നെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ താൻ ഒരു ജോലിക്കാരനായി കടന്നു ചെല്ലുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഉള്ളവനായിരുന്നു ഈ ജോസഫ്. അതേപോലെ തന്നെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായി അവൻ തീർന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ജോസഫിന്റെ ചരിത്രം മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവം അവനിൽ വളരെ പ്രസാദിച്ചു. അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സാധ്യതമായി തീർന്നു. അവൻ പറയുന്ന വചനങ്ങൾ മിസ്രൈമിൽ നിറവേറുവാനിടയായി തീർന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ തന്റെ പിതാവിനെയും തന്റെ സഹോദരങ്ങളെയും വീണ്ടും കാണുവാനും തമ്മിൽ ഒന്നിക്കുവാനും ദൈവം അവന് അവസരം കൊടുത്തു. എന്തുകൊണ്ടാ? മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ജോസഫ് ആയിരുന്നത്, മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതില്. അതുകൊണ്ട് നമ്മളുടെ ഇപ്രകാരമുള്ള ജീവിത രീതിക്കെല്ലാം വളരെ വ്യത്യാസം വരേണ്ട കാലമായിരിക്കുന്നു. നമ്മൾ ഏത് ജോലി ചെയ്താലും അത് ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം നമ്മൾ ചെയ്താൽ അവിടെയാണ് ദൈവവചനം പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തരും. ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, ദുഷ്ടസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളില് അന്നത്തെ ദാസന്മാർ നേരിട്ടതായ ചില അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. അതായത് ദാസന്മാരായി വിളിക്കപ്പെട്ടവരായ ആളുകൾ അവർ പിന്നീട് ക്രൈസ്തവരായിട്ട് മാറി. അവർ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുകയും അവർ ദൈവമക്കളായി തീരുകയും ചെയ്തു. സഭകളിൽ അവർ സജീവമാകുകയും ചെയ്തു. അവരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രരാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. വലിയ ഒരു പോരാട്ടം ഇങ്ങനെയുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ദാസനാകുന്നു ഇപ്പോൾ, പക്ഷേ എനിക്ക് സ്വതന്ത്രനാകുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ യജമാനന്മാരോട് കലഹിച്ച് സ്വതന്ത്രനാകട്ടെ എന്നുള്ളതായ ഒരു ചിന്ത അന്നത്തെ ദാസന്മാരുടെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൽ സ്വതന്ത്രനാകുന്നു. ലോകപ്രകാരം നിങ്ങൾ ദാസന്മാരായിരിക്കാം. ലോകപ്രകാരം നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ കർത്താവിൽ സ്വതന്ത്രനാകുന്നു. സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. എങ്ങനെയായാലും നമ്മൾ എപ്പോഴും ദാസന്മാര് തന്നെയാണ്. ലോകത്തിന് ദാസനായ ആളുകൾ ക്രിസ്തുവിന് സ്വതന്ത്രരും, ക്രിസ്തുവിൽ സ്വതന്ത്രരായ ആളുകൾ ക്രിസ്തുവിന് ദാസന്മാരും എന്നുള്ള ഒരു വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു വാക്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു ദാസ്യ ജീവിതമാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അറിയേണ്ട ഒരു സത്യം, ക്രിസ്തുവിൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുന്നത്? 23-ാം വാക്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. അപ്പോൾ നമ്മൾ ചോദിക്കും, മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ വെട്ടിക്കളയുന്നതായ ഒരു വാക്യമാണല്ലോ ഇത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആര് വിലയ്ക്ക് വാങ്ങി? യേശു തന്റെ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഇനി മനുഷ്യർക്ക് ദാസന്മാരല്ല. ഈ ലോകത്തിൽ നമ്മൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്താലും, ഈ ലോകത്തിൽ ഏതൊരു ബോസിന് കീഴിൽ നമ്മൾ വർക്ക് ചെയ്താലും, നമ്മൾ ഒരു കാര്യം ആത്മീയമായി മനസ്സിലാക്കണം, നമ്മൾ അവരുടെ ദാസന്മാരല്ല, മറിച്ച് ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. ദൈവത്തിന്റെ ദാസനായ ഒരു വ്യക്തി ശ്രമിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. ഇനി ലോകത്തിന് ദാസനാണ് എന്ന് ലോകം ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചോണം, ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്, ഞാൻ കർത്താവിൽ സ്വതന്ത്രനാണ്.
അതായത് ഒരു സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ ചിന്ത വചനത്തിലൂടെ നമുക്ക് ലഭിക്കാനിടയായി തീരും. എന്ന് മാത്രമല്ല, ലോകം നമ്മെ ദാസന്മാരായി കാണുമ്പോൾ നാം ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ള ആ ശ്രേഷ്ഠമേറിയ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരുവാനും കഴിയണം. എന്നിട്ട് 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. അതായത് ഇനിയും നിങ്ങൾ ഈ സ്വാതന്ത്ര്യം കർത്താവ് യേശുക്രിസ്തു നിങ്ങൾക്ക് തന്നു എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഇപ്പോഴത്തെ ജോലിയിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോരേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടുന്ന് ഒരിക്കലും മാറേണ്ടതായ കാര്യമില്ല. കാരണം നിങ്ങൾ അവിടെ ദാസന്മാരായി, ലോകത്തിന് ദാസന്മാരായി നിങ്ങൾ അവിടെ ആയിരിക്കുന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണെന്നും നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും ക്രിസ്തുവിനോടുള്ള ഭയവും ക്രിസ്തുവിനോടുള്ള അനുസരണവും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളതും നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുള്ളതാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ തൊഴിലിടങ്ങളിൽ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആയിത്തീരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഇപ്രകാരം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 1 പത്രോസ് 2:18 മുതൽ 25 വരെ. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു ഇത് തന്നെയാണ് ചെയ്തതെന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നമ്മളുടെ മനോഭാവം ഇതായിരിക്കണം. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര വ്യക്തമായ സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് എന്നവണ്ണം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്ന് മാത്രമല്ല, അന്യായമായി ആരെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം കഷ്ടവും വ്യസനവും സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ് എന്നറിഞ്ഞ് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ ശക്തമേറിയ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ലോകത്തിൽ യജമാനന്മാർക്ക് ദാസന്മാരായിരിക്കുമ്പോഴും ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ് എന്നുള്ള ചിന്തയിൽ ക്രിസ്തുവിനെ അനുസരിക്കുക വഴി കർത്താവെ, ഞങ്ങൾക്ക് ഏറ്റവും നല്ലതായ നിലയിൽ ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.